നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ദളിതരെയും സ്ത്രീകളെയും അവഹേളിച്ചിട്ടില്ല എന്ന നിലപാടിലുറച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. അറിവില്ലായ്മയും വിവരക്കേടും അനുഗ്രഹമായവരെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് മന്ത്രി ആർ ബിന്ദുവിനും വിമർശനം. പഠിപ്പിക്കാൻ ആരും വരേണ്ടെന്നും അനുഭവം കൊണ്ട് ഏറെ പഠിച്ചവരാണ് തങ്ങളെന്ന് പുഷ്പവതി. അടൂരിന്റെ പരാമർശം വളച്ചൊടിച്ചെന്ന് മന്ത്രി വി എൻ വാസവൻ. കേരള സർവകലാശാല ജീവനക്കാരുടെ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എതിരെ VC. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരെന്നും വിമർശനം. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജ രേഖകളെന്നും മോഹനൻ കുന്നുമ്മൽ. പ്രശ്ന പരിഹാരത്തിന് ഇരു കൂട്ടർക്കും താൽപര്യമില്ലെന്നും ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഇന്ത്യയുടെ ഭാഗം ചൈനയ്ക്ക് അടിയറവ് വെച്ചെന്ന റിപ്പോർട്ട് എവിടെ നിന്ന് ലഭിച്ചെന്ന് കോടതി. രാഹുൽ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്നും കോടതി ചോദിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി. സൂക്ഷ്മ പരിശോധനാ വേദിയിൽ വാക്പോര്. പത്രിക തള്ളിയത് 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനാകൂ എന്ന് ചൂണ്ടിക്കാട്ടി. കോടതിയെ സമീപിക്കാനൊരുങ്ങി സാന്ദ്ര തോമസ്. അമൃത ടിവിയുടെ 20ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി UAEയും. പ്രേക്ഷകർക്കൊപ്പം വിദേശയാത്രയായ ലെറ്റ്സ് ട്രാവലും. സിനിമാ കോൺക്ലേവിലെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നിലപാടിലുറച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. താൻ ഒരിടത്തും ദളിതരെയും സ്ത്രീകളെയും അവഹേളിച്ചിട്ടില്ല എന്നും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പറഞ്ഞതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. പരിശീലനം ലഭിക്കാതെയാണ് പലരും സിനിമ എടുക്കുന്നത് എന്നും 1.5 കോടി രൂപയുടെ ആവശ്യമില്ല എന്നും അടൂർ ആവർത്തിച്ചു. അതിനിടെ ദളിത് വിഭാഗക്കാരെ അവഹേളിച്ചു എന്ന് ആരോപിച്ച് അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി നൽകി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ സർക്കാർ ഗ്രാന്റ് നൽകുന്നതിന് മുമ്പ് വേണ്ടത്ര പരിശീലനം നൽകണമെന്നും ഒരാൾക്ക് 1.5 കോടി രൂപയുടെ ആവശ്യമില്ലെന്നും അത് 3 പേർക്കായി വീതിച്ചു നൽകണമെന്നുമായിരുന്നു അടൂർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ അവഹേളിച്ചുവെന്ന് കാട്ടി വേദിയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. വിമർശിച്ചും ന്യായീകരിച്ചും വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായ പ്രകടനം ഉയരുമ്പോഴാണ് തന്റെ പ്രസ്താവനയിൽ കൂടുതൽ വ്യക്തത വരുത്തി അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വരുന്നത്. ഞാൻ ആരെയും സ്ത്രീകളെയും ദളിതരെയും മാത്രമല്ല, ഞാൻ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ അവർ കൊടുക്കുന്നത് ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കുമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് മാത്രം ട്രെയിനിങ് വേണമെന്നല്ല പറഞ്ഞത്. ആർക്കും വേണം ട്രെയിനിങ്, സിനിമ പ്രത്യേകിച്ചും. പക്ഷെ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിന് പണം നൽകുന്നത് പൊതുമുതലാണ് ഉപയോഗിച്ച് ഈ സഹായം ചെയ്യുന്നത്. അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സംഗതിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അപ്പോഴേ നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. ഇവർക്ക് ഈ സിനിമയുടെ ഭാഷ കൃത്യമായിട്ടും അറിഞ്ഞുകൊണ്ടാണ് അവരിതിനെപ്പറ്റി പ്രയോഗിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട്, കുറച്ച് പരിചയമുള്ള ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ച് നിർത്തിയിട്ട് അയാളായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ക്യാമറാമാനായിരിക്കും അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥ വരരുത്. അവർക്ക് നിർദ്ദേശം കൊടുക്കാനും അതിനെപ്പറ്റിയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ് സ്വന്തമായിട്ടുണ്ടായിരിക്കുകയും ചെയ്യാൻ ഒരു പരിശീലനം അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞത്. ഇതിനിടെ ദളിത് വിഭാഗത്തെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചു അടൂർ ഗോപാലകൃഷ്ണനെതിരെ സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ പരാതി നൽകി. SC/ST ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം പോലീസിനാണ് പരാതി നൽകിയത്. പ്രസ്താവനയിലൂടെ അടൂർ SC/ST വിഭാഗക്കാരെ കുറ്റവാളികളും അഴിമതിക്കാരുമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. SC/ST കമ്മീഷനിൽ നൽകിയ പരാതിയിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. അറിവില്ലായ്മയും വിവരക്കേടും അനുഗ്രഹമായവരെ കുറിച്ച് ഒന്നും പറയാനില്ല. മന്ത്രിമാർ ആയാലും അറിവില്ലാത്ത വിഷയത്തിൽ പ്രതികരിക്കരുതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. സിനിമാ കോൺക്ലേവിലെ സമാപന വേദിയിൽ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് അടൂർ ഗോപാലകൃഷ്ണന് ഹൃദയവിശാലത ഉണ്ടാകണമെന്നും മനുഷ്യനാകണമെന്നും ആർ ബിന്ദു വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെയാണ് അടൂർ രംഗത്ത് വന്നത്. അതിന് ഹൃദയവിശാലതയില്ല എന്നൊക്കെ ഒരു മന്ത്രിയൊക്കെ പറയാന്ന് വെച്ചാൽ മന്ത്രി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? മന്ത്രിയുടെ രംഗമാണോ ഇത് പറയാൻ? മന്ത്രിക്ക് എന്തറിയാം അതിനെപ്പറ്റി? അറിവില്ലായ്മ ഒരു അനുഗ്രഹമാണ്.
അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്നും പ്രതികരണങ്ങളുണ്ടായി. പഠിപ്പിക്കാൻ ആരും വരേണ്ട എന്നും അനുഭവം കൊണ്ട് ഏറെ പഠിച്ചവരാണ് തങ്ങളെന്ന് അടൂരിന് മറുപടിയുമായി സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതി രംഗത്തെത്തി. വിവിധ രാഷ്ട്രീയ നേതാക്കളും പ്രതികരണങ്ങളുമായി എത്തി. സിനിമാ കോൺക്ലേവിനിടെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണങ്ങളിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. അടൂറിന് നൽകിയത് താൻ കൂടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ മറുപടിയാണെന്ന് സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതി ഇന്ന് പ്രതികരിച്ചു. ഈ ഒരു പരാമർശം അരികുവൽക്കരിക്കപ്പെട്ടുള്ള ഒരു സമൂഹത്തിനെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് അപ്പോൾ തന്നെ അത് പ്രതികരിച്ചത്. അപ്പം നമ്മളെ പഠിപ്പിക്കാനൊന്നും വരണ്ട ആരും. നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചവരാ, അനുഭവങ്ങളെ കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ അഭ്രപാളികളിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സിനിമ നിർമ്മിക്കുക പണച്ചെലവേറിയ പ്രക്രിയയാണെന്നും സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗങ്ങളിലുള്ളവർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് സർക്കാർ നൽകുന്നതിൽ തെറ്റില്ല എന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. അടൂർ ഗോപാലകൃഷ്ണനൊപ്പമായിരുന്നു മന്ത്രി വി എൻ വാസവനും MLA മുകേഷും. അദ്ദേഹം പറഞ്ഞതിൽ ദുരുദ്ദേശമില്ലെന്നും വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കിയതാണെന്നും മന്ത്രി പ്രതികരിച്ചു. അടൂർ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണെന്നും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മുകേഷ് ചോദിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ 3 മാസം അവരെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് സിനിമ നിർമ്മിക്കാൻ ഡയറക്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ നന്നാവും. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ വേണമെന്നില്ല, കപ്പാസിറ്റിയിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ തെറ്റ്? അടൂർ ഗോപാലകൃഷ്ണന്റേത് ഒഴിവാക്കപ്പെടേണ്ട പരാമർശമായിരുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്പീക്കർ AN ഷംസീറും പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ആ പരാമർശം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമ ഉൾപ്പെടുന്നതിനുള്ള ഒരു യാതൊരു തരത്തിലുള്ള കുറവും അവർക്ക് ആർക്കും ഇല്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ചുള്ളത്? അപ്പോൾ അതിനൊന്നും തന്നെ എതിർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ആ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിളിച്ച ജീവനക്കാരുടെ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വൈസ് ചാൻസലർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് എന്നും അവർ പറയുന്നത് ജീവനക്കാർ അനുസരിക്കേണ്ട എന്നും VC പറഞ്ഞു. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും മോഹനൻ കുന്നുമൽ പറഞ്ഞു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണത്തിന്റെ സാഹചര്യത്തിൽ വിളിച്ച യോഗത്തിൽ നിന്നും CPM അനുകൂല സംഘടന ജീവനക്കാർ വിട്ടുനിന്നു. അതിനിടെ വൈസ് ചാൻസലറുടെ കടുംപിടുത്തം മൂലം NCC NSS ഭിന്നശേഷി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചേരേണ്ട സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗവും മാറ്റിവെച്ചു. സിൻഡിക്കേറ്റ് ഹാളിന്റെ താക്കോൽ VC പിടിച്ചുവച്ചതാണ് യോഗം മുടങ്ങാൻ കാരണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്ന് ഹൈക്കോടതി. സിൻഡിക്കേറ്റിന്റെ ശുപാർശ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് പരമാധികാരമുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെതിരെയുള്ള നടപടി ചോദ്യം ചെയ്ത ഹർജിയിലാണ് കോടതി പരാമർശം. രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭാഗമായ 2000 ചതുരശ്ര കിലോമീറ്റർ ചൈനയ്ക്ക് അടിയറ വെച്ചുവെന്ന പരാമർശത്തിലാണ് സുപ്രീം കോടതിയുടെ താക്കീത്. ചില ചോദ്യങ്ങളും രാഹുൽ ഗാന്ധിയോട് കോടതി ചോദിച്ചു. ഭാരത് ജോഡോ യാത്രക്കിടെയാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശങ്ങൾ നടത്തിയത്. 2020 ജൂണിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളെയും 20 ഇന്ത്യൻ സൈനികരുടെ മരണത്തെയും കുറിച്ചായിരുന്നു രാഹുലിന്റെ പരാമർശങ്ങൾ. 2000 ചതുരശ്ര കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ച കോടതി, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നുവെന്നും പറഞ്ഞു. അപകീർത്തിക്ക് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചത്. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനൊപ്പമായിരുന്നു കോടതിയുടെ താക്കീത്.
ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് AG മാസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയത്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം ലഭിച്ചത്? എന്തുകൊണ്ടാണ് ഈ വിവരം പാർലമെന്റിൽ ഉന്നയിക്കാതിരുന്നതെന്നും സുപ്രീംകോടതി ചോദിച്ചു. അതിർത്തി സംഘർഷങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തരുതായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമില്ലാതെ എന്തും വിളിച്ചു പറയാനുള്ള അനുവാദമല്ലെന്നും വാദം കേൾക്കുന്നതിനിടെ സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി. 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് ഒരു അംഗത്തിന് മത്സരിക്കാനാവൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത്. ഇതോടെ സൂക്ഷ്മ പരിശോധനാ വേദിയിൽ വലിയ വാക്പോരുണ്ടായി. നീതി ലഭിക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് സാന്ദ്ര തോമസും പ്രതികരിച്ചു. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ചുരുങ്ങിയത് 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ മുഖ്യസ്ഥാനങ്ങളിലേക്ക് ഒരംഗത്തിന് മത്സരിക്കാനാകൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയായിരുന്നു വരണാധികാരിയുടെ നടപടി. സാന്ദ്ര തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നിലവിലെ നിർമ്മാണ കമ്പനിയായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് നല്ല നിലാവുള്ള രാത്രി, ലിറ്റിൽ ഹാർട്സ് എന്നീ 2 ചിത്രങ്ങൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നായിരുന്നു വരണാധികാരിയുടെ കണ്ടെത്തൽ. എന്നാൽ താൻ മറ്റൊരു കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നപ്പോൾ എടുത്ത ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നതെന്ന് സാന്ദ്ര വാദിച്ചു. ഇതോടെ സൂക്ഷ്മ പരിശോധനാ വേദിയിൽ വലിയ വാക്കുതർക്കമുണ്ടായി. ഒരു സ്ഥിരം അംഗത്തിന് 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരത്തിന് യോഗ്യതയുണ്ടെന്നും വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നേരത്തെ സാന്ദ്ര സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. ഈ കേസ് ഇപ്പോഴും തുടരുകയാണ്. സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അമൃത ടിവിയുടെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി UAE-യിലെ പ്രേക്ഷകർക്കൊപ്പം ഒരുക്കുന്ന വിദേശയാത്രയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ദുബായിൽ നടന്നു. ലെറ്റ്സ് ട്രാവൽ എന്ന പേരിട്ടിരിക്കുന്ന വിദേശയാത്രയുടെ പ്രധാന സ്പോൺസർ ഗോ കൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് ആണ്. നടനും അവതാരകനുമായ മിഥുൻ രമേശാണ് യാത്രയുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചത്. പ്രേക്ഷകർക്കൊപ്പം ഒരു വിദേശയാത്ര. അമൃത TV 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി UAE-യിൽ അവതരിപ്പിക്കുന്ന ആകർഷകമായ പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രൗഢഗംഭീരമായി നടന്നു. നടനും അവതാരകനുമായ മിഥുൻ രമേശാണ് ലെറ്റ്സ് ട്രാവൽ എന്ന് പേരിട്ടിരിക്കുന്ന യാത്രയുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചത്. ദുബായിലെ ഗോ കൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ യാത്രയുടെ ഭാഗമായി സഹകരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും അഭ്യുദയകാംക്ഷികളും പങ്കെടുത്തു. സെപ്റ്റംബർ 24 മുതൽ 28 വരെ തായ്ലൻഡിലെ ഫുക്കറ്റിലേക്കാണ് മിഥുൻ രമേശും അമൃത TVയുടെ UAE-യിലെ തിരഞ്ഞെടുത്ത പ്രേക്ഷകരും യാത്ര പോകുന്നത്. യാത്രയിൽ ഒപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ലളിതമായ കോൺടെസ്റ്റുകൾ അമൃത TV മിഡിൽ ഈസ്റ്റിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നടക്കുന്നുണ്ട്. 20 വർഷത്തെ അമൃത TVയുടെ യാത്ര, ആ യാത്രയോടൊപ്പം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ 20 വർഷത്തിന്റെ ആഘോഷത്തിന്റെ യാത്രയാണ്. അത് ഗോക്കൈറ്റും ഒന്നിച്ച്, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് സ്പോൺസേഴ്സിനെ എല്ലാവരെയും ചേർത്ത്, അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രേഗ്രൻസ് പാർട്ണർ ആയിട്ടുള്ള റിയൽമാൻ പെർഫ്യൂംസ് ആണെങ്കിലും, എക്സ്ചേഞ്ച് പാർട്ണർ ആയിട്ടുള്ള ലുലു എക്സ്ചേഞ്ച് ആണെങ്കിലും, അതുപോലെ തന്നെ മേസ്റ്റർ ട്രക്ക് ആണെങ്കിലും, നമ്മുടെ ഖാലിഫ അൽ മഫ്തൂൽ ലീഗൽ അഡ്വൈസേഴ്സ് ആണെങ്കിലും എല്ലാവരും ചേർന്ന് ഒന്നിച്ചുള്ള ഒരു യാത്ര നമ്മൾ ഗോകൈറ്റുമായിട്ട് ചേർന്ന് പോകുന്നു ഫോർ അമൃത TV 20 ഇയർ സെലിബ്രേഷൻ. ലെറ്റ്സ് ട്രാവലിന്റെ മുഖ്യ പങ്കാളി ഗോകൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽ സ്ഥാപകനും CEO-യുമായ സെയ്ദ് അമീൻ, മാർക്കറ്റിംഗ് മാനേജർ വിജിത്ത്, റിയൽമാൻ പെർഫ്യൂംസ് സെയിൽസ് ഡയറക്ടർ ജഗദീഷ് മങ്ങാട്ട്, ബിസിനസ് ഹെഡ് ഷൈജൻ ജോർജ്, സോഷ്യൽ മീഡിയ മാനേജർ ഋഷഭ് ഷേത്ത്, ലുലു എക്സ്ചേഞ്ച് സീനിയർ മാർക്കറ്റിംഗ് മാനേജർ ജീവൻ കുമാർ സി, മീഡിയ മാർക്കറ്റിംഗ് മാനേജർ അസീം ഉമ്മർ, വിഷ്വൽ മീഡിയ ഓഫീസർ ഉണ്ണി വി മധു, ഖലീഫ അൽ മഫ്തൂൽ അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടന്റ് സീനിയർ ലോയർ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, മേസ്റ്റർ വർക്ക് ലക്ഷറി റീറ്റെയിൽ ഇന്റീരിയർ ഫിറ്റ് ഔട്ട് മാനേജിംഗ് പാർട്ണർ വൈശാഖ് ചെങ്ങോട്ട്, അമൃത TV മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ഹെഡ് S ശ്രീകുമാർ, മാർക്കറ്റിംഗ് മാനേജർ ഋഷി KS, അഡ്മിൻ മാനേജർ പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ 471 പ്രവാസികളുടെ മേൽവിലാസം നീക്കം ചെയ്തു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ അധികൃതരാണ് ഇവരുടെ പേര് വിവരങ്ങൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇവരുടെ മേൽവിലാസം രേഖപ്പെടുത്തിയ കെട്ടിടം പൊളിച്ചുമാറ്റുകയോ അല്ലെങ്കിൽ കെട്ടിട ഉടമയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലോ ആണ് നടപടി. വരുന്ന 30 ദിവസത്തിനകം ഇവർ ആവശ്യമായ രേഖകൾ സഹിതം സഹൽ ആപ്പ് വഴി പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം പിഴ ശിക്ഷയ്ക്ക് വിധേയരാകും. ഓരോ വ്യക്തിക്കും 100 ദിനാറിൽ കവിയാത്ത പിഴയായിരിക്കും ഈടാക്കുക. കുവൈറ്റിലെ പൊതു ഇടങ്ങളിൽ കത്തി ഉൾപ്പെടെ മൂർച്ചയുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമ ഭേദഗതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ആഭ്യന്തരമന്ത്രിയുടെയോ അംഗീകൃത ഏജൻസിയുടെയോ ലൈസൻസ് ഇല്ലാതെ ആയുധങ്ങളോ വെടിക്കോപ്പുകളോ കൈവശം വയ്ക്കുന്നതും സ്വന്തമാക്കുന്നതും നിരോധിക്കുന്നതാണ് പുതിയ നിയമം. നിലവിലുള്ള ലൈസൻസുകൾ ഏത് സമയത്തും പിൻവലിക്കുവാനും റദ്ദാക്കുവാനും ആഭ്യന്തരമന്ത്രിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പുതിയ നിയമത്തിൽ അധികാരം നൽകിയിട്ടുണ്ട്. വ്യക്തിപരമോ തൊഴിൽപരമോ ആയ ആവശ്യങ്ങൾക്കല്ലാതെ പൊതു ഇടങ്ങളിൽ മൂർച്ചയുള്ള ആയുധങ്ങളോ പീരങ്കികൾ, മെഷീൻ ഗണ്ണുകൾ, എയർ ഗൺ മുതലായവ ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും കുറ്റകരമായിരിക്കും. നിയമം ലംഘിക്കുന്നവർക്ക് 1 വർഷത്തിൽ കൂടാതെ തടവും 1000 ദിനാറിൽ കൂടാത്തതുമായ പിഴയും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. കുവൈറ്റിൽ മുൻകൂർ അനുമതിയില്ലാതെ ചിത്രങ്ങൾ എടുക്കുന്നതും വീഡിയോ ചിത്രീകരിക്കുന്നതും ശിക്ഷാർഹമാണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയുടെ മുൻകൂർ അനുമതി ഉണ്ടായാൽ മാത്രമേ ചിത്രീകരിക്കാൻ പാടുള്ളൂ. അധികൃതരെ അറിയിക്കാതെ കുറ്റകൃത്യങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതും കുറ്റകരമാണ്. നിരവധി യൂട്യൂബ് ബ്ലോഗർമാർക്ക് അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയതിന്റെ പേരിൽ അധികാരികളിൽ നിന്നും ശാസന കിട്ടിയിട്ടുണ്ട്. തീപിടുത്തങ്ങളും റോഡ് അപകടങ്ങളും മൊബൈൽ ക്യാമറകളിൽ ചിത്രീകരിച്ച് സാധാരണക്കാരും ഇതിൽപ്പെടും. സൗദി വിദ്യാർത്ഥി ലണ്ടനിൽ കുത്തേറ്റ് മരിച്ചു. കേംബ്രിഡ്ജിൽ പ്രവർത്തിക്കുന്ന EF ഇന്റർനാഷണൽ ലാംഗ്വേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥി മുഹമ്മദ് യൂസുഫ് അൽ ഖാസിമാണ് അക്രമികളുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അക്രമികളുടെ കുത്തേറ്റതെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബ്രിട്ടീഷ് പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. സൗദിയിലെ ജിദ്ദയിൽ ഓഗസ്റ്റ് 5 മുതൽ 17 വരെ നടക്കാനിരിക്കുന്ന ഫിബ ഏഷ്യ കപ്പ് 2025 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിന് ശക്തമായ പിന്തുണ നൽകണമെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ ബാസ്കറ്റ്ബോളിന്റെ ശക്തിയും ആത്മവിശ്വാസവും ലോകത്തോട് പങ്കുവയ്ക്കുവാനുള്ള ഈ അവസരത്തിൽ ഇന്ത്യൻ സമൂഹം ഐക്യത്തോടെ ടീമിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജോർദാൻ വേഴ്സസ് ഇന്ത്യ ഓഗസ്റ്റ് 5 ഉച്ചയ്ക്ക് 2 മണിക്ക്, ഇന്ത്യ വേഴ്സസ് ചൈന ഓഗസ്റ്റ് 7 രാവിലെ 11 മണിക്ക്, ഇന്ത്യ വേഴ്സസ് സൗദി അറേബ്യ ഓഗസ്റ്റ് 9 വൈകിട്ട് 6 മണിക്ക് എന്നിവ നടക്കും. ജിദ്ദയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇന്ത്യൻ പ്രവാസികൾ മത്സരങ്ങൾ കാണാനും ടീമിന് പ്രചോദനം പകരാനുമായി സ്റ്റേഡിയത്തിലേക്ക് എത്തണമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. Everyone, I am delighted to share that the Indian basketball team will be competing in the upcoming FIBA Asia Cup 2025 right here in Jeddah, Saudi Arabia. This is a proud moment for all of us, and I warmly invite our Indian community here in the Kingdom of Saudi Arabia, particularly the Western region, including Jeddah, to come together and cheer for our national team. Your presence, your energy, and your support in the stands will mean the world to our players. Let's cheer loud, let's stand proud, and make the Tiranga fly high. Jai Hind. Thank you. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ ഡോക്ടർ ദമ്പതികൾ കാറിനുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചു. ഷക്ര ആശുപത്രിയിലെ സർജനായ ഡോക്ടർ അബ്ദുൾ അസീസ് ഇന്ദ്രീസും ഷക്രയിലെ മെഡിക്കൽ കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഡോക്ടർ ആസ്മ അഹമ്മദുമാണ് മരിച്ചത്. ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് ഓർഡർ ചെയ്ത റെസ്റ്റോറന്റിന് മുന്നിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നതിനിടെയാണ് സംഭവം. കാറിന്റെ എയർ കണ്ടീഷണറിൽ നിന്നുള്ള വാതക ചോർച്ചയാണ് ദുരന്തത്തിന് കാരണം. രാജ്യത്തിപ്പോൾ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അനുവദിച്ച സമയത്തിനുള്ളിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് ഖത്തർ ജനറൽ ട്രാഫിക് വകുപ്പ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇക്കഴിഞ്ഞ ജൂലൈ 27 മുതൽ 30 ദിവസമാണ് വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ അനുവദിച്ചിട്ടുള്ള സമയം. ഈ സമയപരിധിയിൽ ഇളവുകൾ ഉണ്ടാവില്ലെന്നും അധികൃതർ അറിയിച്ചു. ഫഹദ് സെൻട്രലിലെ വാഹന പരിശോധനകൾക്ക് പരമാവധി 15 മിനിറ്റ് സമയമാണ് എടുക്കുക. ഓൺലൈനായി ഇൻഷുറൻസ് പുതുക്കിയതിനു ശേഷം മെട്രാഷ് ആപ്പിലൂടെയാണ് വാഹന രജിസ്ട്രേഷൻ പുതുക്കേണ്ടത്.
ആലപ്പുഴയിൽ ജൈനമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാന കേസിൽ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ വീടിനുള്ളിലും പരിസരങ്ങളിലും നടത്തിയ തെരച്ചിലിൽ അസ്ഥികഷ്ണങ്ങൾ, ലേഡീസ് ബാഗ്, കൊന്ത, വസ്ത്രാവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റ് വസ്തുക്കളും ആരുടേതെന്ന് ഇനി DNA സാമ്പിൾ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതേസമയം അന്വേഷണവുമായി സെബാസ്റ്റ്യൻ വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഹൈറുമ എന്ന ഐഷ, ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാനത്തിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിലായത്. കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സെബാസ്റ്റ്യൻ അറസ്റ്റിലായത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്തായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ പിടിയിലായത്. ജൈനമ്മയുടേതെന്ന് കരുതുന്ന ശരീരാവശിഷ്ടങ്ങളും കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് സമീപത്തു നിന്നാണ് ഇന്ന് നടന്ന തെരച്ചിലിലും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തി. കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, കൊന്ത, ലേഡീസ് ബാഗ് എന്നിവയും ലഭിച്ചു. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന കെഡാവർ നായയുടെ സഹായവും സെൻസർ ഘടിപ്പിച്ച ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അന്വേഷണം നടന്നത്. എന്നാൽ അന്വേഷണവുമായി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നത് അന്വേഷണ സംഘത്തെ ഏറെ വലയ്ക്കുന്നുണ്ട്. അതേസമയം വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവണമെന്നാണ് ബിന്ദു തിരോധാന കേസ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സെബാസ്റ്റ്യനുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ബിന്ദു പത്മനാഭൻ, ഐഷ, ഏറ്റവും അവസാനത്തെ ജൈനമ്മ. ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. ആലപ്പുഴയിൽ ബിന്ദു പത്മനാഭൻ്റെ അന്വേഷണം നടക്കുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ടീമാണ്. അപ്പോൾ ഇതിനൊരു ഏകീകരണ സ്വഭാവം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് തെളിയുമ്പോൾ മാത്രമേ കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകൂ. കാണാതായ ഐഷയുടെയും ജൈനമ്മയുടെയും അടുത്ത ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ഇതിനായി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണെന്ന സംശയം ശക്തമാണ്. കാണാതായ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇത് സാധൂകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ആവശ്യമാണ്. അതിനാൽ തന്നെ ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണത്തിനൊപ്പം മറ്റ് 2 കേസിലെയും സെബാസ്റ്റ്യന്റെ പങ്ക് തെളിയിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയതായി സൂചന. വനമേഖലയിലെ പരിശോധനയ്ക്കിടെയാണ് ഒന്നിലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. മാർക്ക് ചെയ്യാത്ത വനമേഖലയിൽ മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത്. സ്പോട്ട് നമ്പർ 10 പരിശോധന കഴിഞ്ഞതും മറ്റൊരിടത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങി. മാർക്ക് ചെയ്ത 11, 12, 13 സ്പോട്ടുകൾ ഒഴിവാക്കിയ സംഘം കൂടുതൽ വനത്തിനുള്ളിലേക്ക് കയറി. ഇവിടെ നടത്തിയ പരിശോധനയിൽ ഒന്നിലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായാണ് പുറത്തുവരുന്ന വിവരം. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നേരമിരുട്ടുവോളം പരിശോധന തുടർന്നു. നേത്രാവതി നദിക്കരയിൽ നിന്ന് മാറി 100 അടിയോളം പൊക്കമുള്ള സ്ഥലത്ത് നിന്നാണ് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയതായി സൂചന. ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാർക്ക് ചെയ്ത 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തുമെങ്കിലും ഇപ്പോഴുണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടാതെ വനം, റവന്യൂ, ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സംഘത്തിലുണ്ട്. മുൻ ക്ഷേത്ര പരിചാരകൻ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത്. സ്പോട്ട് നമ്പർ 6 നിന്ന് മുമ്പ് ലഭിച്ച അസ്ഥിക്കൂടം 30-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാവിൻ്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. പരിശോധന വിവരങ്ങൾ പുറത്തുവിടാതെ അതീവ രഹസ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. 1998-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100-ലധികം പേരെ താൻ കുഴിച്ചുമൂടിയെന്ന മുൻ ക്ഷേത്ര പരിചാരകന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. അമൃത ന്യൂസ്, മംഗലാപുരം. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ്. ജയിലിന് പുറത്തേക്കുള്ള യാത്രയിൽ കൈവിലങ്ങ് നിർബന്ധമാക്കും. കോടതി പരിസരത്തെ മദ്യപാനത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ നടപടി പോലീസുകാരിൽ മാത്രം ഒതുക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. RMP നേതാവ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊടും കുറ്റവാളിയായ കൊടിസുനി. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരെ കഴിഞ്ഞ 17-ന്
തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇവർ പരസ്യമായി മദ്യപിച്ചത്. പോലീസുകാരുടെ ഒത്താശയോടെ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യപിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. സംഭവത്തിൽ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, വിഷ്ണു എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചത്. കൊടിസുനിക്ക് വിലങ്ങ് നിർബന്ധമാക്കാനാണ് തീരുമാനിച്ചത്. ഇതിനു പുറമെ പരോൾ കാലാവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇക്കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 60 ദിവസം കൊടിസുനിക്ക് പരോൾ ലഭിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കേസെടുക്കുന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ നിയമോപദേശം കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. 2018 മറ്റൊരു കേസിൽ ഉൾപ്പെട്ടതോടെ കൊടിസുനിക്ക് 6 വർഷത്തേക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് സുനിയുടെ അമ്മയുടെ പരാതി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് എത്തിയതോടെയാണ് പരോൾ അനുവദിച്ചു തുടങ്ങിയത്. പരോളിലിറങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ഓവൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വിജയം. ഇംഗ്ലണ്ടിനെ 6 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. 5 വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റ് വീഴ്ത്തി 374 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് അവസാന ദിനം ജയിക്കാൻ 35 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. 6 വിക്കറ്റിന് 339 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് 367 പുറത്തായി. മുഹമ്മദ് സിറാജാണ് കളിയിലെ താരം. ഓവലിലെ ഇന്ത്യയുടെ ജയത്തോടെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര സമനിലയിൽ കലാശിച്ചു. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുന്നില്ലെന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ വർഷം വരാൻ കഴിയില്ലെന്ന് അർജന്റീന ടീം അറിയിച്ചെന്നും മന്ത്രി കോഴിക്കോട് പ്രതികരിച്ചു. ഈ ആഴ്ചപ്പോഴാണ് നമ്മൾ പണം അയച്ചത്. അവർ പറഞ്ഞത് 2 വിൻഡോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. അതിനുശേഷം അവർ ഒക്ടോബറിൽ നിർബന്ധമായി കേരളത്തിലെത്തുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26-ൽ സ്വാഭാവികം നമുക്കത് കഴിയില്ല. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.